കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ലോകം മുഴുവൻ സംസാരിച്ചത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ചായിരുന്നു. ഫോർഡോ, നഥാൻസ്, പിക്കാക്സ് മൗണ്ടൻ എന്നിങ്ങനെ ഓരോ ന്യൂക്ലിയർ സൈറ്റും അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ടു. പക്ഷേ ഇപ്പോൾ അതേ അമേരിക്ക എടുത്ത ഒരു പുതിയ തീരുമാനം ലോക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ട്രംപ് സൗദി അറേബ്യയുമായിട്ട് ഒരു ഹിസ്റ്റോറിക് ന്യൂക്ലിയർ എഗ്രിമെന്റിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഏറ്റവും വലിയ കാര്യം, ഈ കരാർ സൗദിക്ക് ഭാവിയിൽ യുറേനിയം എൻറിച്ച്മെന്റ് നടത്താനുള്ള വഴി തുറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു വശത്ത് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തുമ്പോൾ, മറുഭാഗത്ത് സൗദി അറേബ്യയ്ക്ക് ആണവ സാങ്കേതിക വിദ്യ വിട്ടു നൽകാൻ അമേരിക്ക തയ്യാറാകുന്നു എന്നത് ആഗോളതലത്തിൽ വൻ ചർച്ചയായി കഴിഞ്ഞു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കടുത്ത സുരക്ഷാ നിരീക്ഷണങ്ങളെ പോലും മറികടക്കാൻ അനുമതി നൽകുന്ന ഈ കരാറിന് പിന്നിലെ രഹസ്യ അജണ്ട എന്താണ്? പാകിസ്ഥാന്റെ ആണവ വാഗ്ദാനവും UAE മാതൃകയും ഇസ്രായേലിന്റെ ആശങ്കയും തമ്മിലുള്ള ബന്ധം എന്താണ് നോക്കാം. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഏകദേശം 30 വർഷം നീളുന്ന ഒരു സിവിൽ ന്യൂക്ലിയർ കോഓപ്പറേഷൻ എഗ്രിമെന്റിനാണ് ട്രംപ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ അറ്റോമിക് എനർജി ആക്ടിലെ സെക്ഷൻ 123 എഗ്രിമെന്റ് പ്രകാരമുള്ള ന്യൂക്ലിയർ കോഓപ്പറേഷൻ പാക്ട് ആണ്. ഈ കരാർ വഴി അമേരിക്കൻ കമ്പനികൾക്ക് സൗദിയുടെ സിവിൽ ന്യൂക്ലിയർ പവർ പ്രോഗ്രാം വികസിപ്പിക്കാൻ അവസരം ലഭിക്കും. റിയാക്ടേഴ്സ്, സാങ്കേതികവിദ്യ, ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ അമേരിക്ക നേരിട്ട് സഹകരിക്കും. സാധാരണയായിട്ട് അമേരിക്ക മറ്റൊരു രാജ്യവുമായിട്ട് ന്യൂക്ലിയർ എഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ ചില ശക്തമായ നിബന്ധനകൾ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ രാജ്യം സ്വന്തം രാജ്യത്ത് യുറേനിയം എൻറിച്ച്മെന്റ് നടത്തരുത്. 2, IAEA അഡീഷണൽ പ്രോട്ടോകോൾ അംഗീകരിച്ച് കൂടുതൽ കർശനമായ പരിശോധനകൾ അനുവദിക്കണം. പക്ഷേ ഈ പുതിയ കരാറിൽ ഈ 2 പ്രധാന സുരക്ഷാ വ്യവസ്ഥകളും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ടാണ് നോൺ പ്രൊലിഫറേഷൻ വിദഗ്ധരും ചില അമേരിക്കൻ നിർമ്മാതാക്കളും ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഇനി ഈ 123 എഗ്രിമെന്റിലെ പ്രധാന നിബന്ധനകൾ ഇതാണ്. 30 വർഷത്തെ പങ്കാളിത്തം, അതായത് $10 ബില്യൺ അതായത് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഈ ഒരു കരാർ 30 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ്. ഇനി റഷ്യയുടെ റൊസാറ്റം, ചൈനീസ് ആണവ കമ്പനികൾ എന്നിവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അമേരിക്കൻ കമ്പനികൾക്ക് സൗദിയിൽ ആണവ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നു. അടുത്തെന്ന് പറയുന്നത് യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റ് ആണ്. US-ഉം സൗദിയും ചേർന്ന് നടത്തുന്ന ജോയിന്റ് റിവ്യൂവിന് ശേഷം സൗദിയിൽ ഒരു യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് പച്ചക്കൊടി കാട്ടുന്നു. ഇനി മുൻ പ്രസിഡന്റ് ജോ ബൈഡനും ട്രംപും മുൻപ് സൗദിയുമായിട്ട് ഇത്തരം ഒരു കരാറിന് ശ്രമിച്ചിരുന്നുവെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങളുടെ പേരിൽ ഇത് നീണ്ടുപോവുകയായിരുന്നു. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ വിവാദവും സുരക്ഷാ ആശങ്കയും എന്താണ് എന്നൊന്ന് നോക്കാം. സാധാരണയായിട്ട് ഒരു രാജ്യത്തിന് ആണവ സാങ്കേതിക വിദ്യ നൽകുമ്പോൾ അമേരിക്ക ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന കടുത്ത നിബന്ധന വെക്കാറുണ്ട്. അതായത് ആ രാജ്യം തങ്ങളുടെ മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാനോ പ്ലൂട്ടോണിയം റീപ്രോസസ് ചെയ്യാനോ പാടില്ല. UAE തങ്ങളുടെ ബറാക്ക ആണവ നിലയം നിർമ്മിച്ചപ്പോൾ ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരുന്നു. എന്നാൽ സൗദിയുമായിട്ടുള്ള പുതിയ കരാറിൽ ട്രംപ് ഭരണകൂടം ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഒഴിവാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, IAEA എന്ന ഐക്യരാഷ്ട്ര സഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധന നടത്താൻ അനുമതി നൽകുന്ന അഡീഷണൽ പ്രോട്ടോകോൾ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം അമേരിക്കയും സൗദിയും പരസ്പര ധാരണയോടെ ഉഭയകക്ഷി സുരക്ഷാ മാനദണ്ഡങ്ങൾ മാത്രമായിരിക്കും നടപ്പിലാക്കുക. സൗദി അറേബ്യയ്ക്ക് എന്തിനാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം? സൗദി കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ മുൻപ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. ഇറാൻ എപ്പോഴെങ്കിലും ഒരു ആണവായുധം നിർമ്മിച്ചാൽ തൊട്ടടുത്ത ദിവസം സൗദിയും സ്വന്തമായിട്ട് ആണവായുധം ഉണ്ടാക്കും. ഇതിനിടയിലാണ് നിർണായകമായ മറ്റൊരു സൈനിക നീക്കം നടന്നത്. അടുത്തിടെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊട്ടു പിന്നാലെ സൗദി അറേബ്യയും ആണവ ശക്തിയായ പാകിസ്ഥാനും തമ്മിൽ ഒരു മ്യൂച്വൽ ഡിഫൻസ് പാക്റ്റിൽ ഒപ്പുവെച്ചു. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തുറന്നു പറഞ്ഞു, ആവശ്യം വന്നാൽ പാകിസ്ഥാന്റെ ആണവശേഷി സൗദിയുടെ സുരക്ഷയ്ക്കായിട്ട് ലഭ്യമാക്കും. ഇസ്രായേലിനും ഇറാന്റെ ഭീഷണിക്കുമെതിരെയുള്ള ഒരു ശക്തമായ പ്രതിരോധ മതിൽ പണിയുകയാണ് സൗദി ചെയ്യുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ ഈ ഒരു കരാർ പൂർണ്ണമായിട്ട് പ്രാബല്യത്തിൽ വരാൻ ഇനിയും കടമ്പകൾ ബാക്കിയുണ്ട്. വൈറ്റ് ഹൗസ് ഒപ്പുവെച്ച ഈ 123 എഗ്രിമെന്റ് അടുത്ത ദിവസങ്ങളിൽ US കോൺഗ്രസിന്റെ പരിഗണനയ്ക്ക് വരും. 90 ദിവസത്തെ റിവ്യൂ പീരീഡാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലും ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലും ഉള്ള നിരവധി ജനപ്രതിനിധികൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. മധ്യപൂർവ്വ ഏഷ്യയിൽ ആണവായുധ മത്സരം ഉണ്ടാക്കാൻ ഇത് കാരണമാകുമെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ സൗദിക്ക് ഇത്തരം സാങ്കേതിക വിദ്യ നൽകുന്നത് അപകടമാണെന്നുമാണ് ഇവരുടെ വാദം. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം നിയന്ത്രിക്കാൻ വർഷങ്ങളായിട്ട് ശ്രമിച്ച അമേരിക്ക ഇപ്പോൾ സൗദി അറേബ്യയുമായിട്ട് ഇത്ര വലിയ ന്യൂക്ലിയർ എഗ്രിമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത് ലോക രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തുറക്കുകയാണ്. ഈ കരാർ സമാധാനപരമായ വൈദ്യുതി ഉൽപാദനത്തിനായിട്ടുള്ള വഴിയാകുമോ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പുതിയ ന്യൂക്ലിയർ ആംസ് റേസിന്റെ, അതായത് ഒരു മത്സരത്തിന്റെ തുടക്കമാകുമോ? അതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. അടുത്ത ഏതാനും മാസങ്ങളിൽ കോൺഗ്രസിലെ ചർച്ചകളും സൗദിയുടെ തുടർ നീക്കങ്ങളും ഇറാന്റെയും ഇസ്രായേലിന്റെയും പ്രതികരണങ്ങളും ഈ കരാറിന്റെ യഥാർത്ഥ സ്വാധീനം തീരുമാനിക്കും. ചുരുക്കത്തിൽ ചൈനയുടെയും റഷ്യയുടെയും മിഡിൽ
ഈസ്റ്റിലെ സ്വാധീനം വെട്ടാനും അമേരിക്കൻ കമ്പനികൾക്ക് കോടികളുടെ ബിസിനസ് ഉറപ്പാക്കാനുമാണ് ട്രംപ് ഈ നീക്കം നടത്തുന്നത്. എന്നാൽ ഇത് മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു അറ്റോമിക് മത്സരത്തിന് തിരികൊളുത്തുമോ എന്ന് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.